സംസ്കൃത സർവകലാശാലയിൽ സാമ്പത്തിക ധൂർത്തെന്ന് CAGയുടെ റിപ്പോർട്ട്. സർവകലാശാലയിലെ ധൂർത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് CAG റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം നട്ടം തിരിയുന്ന സംസ്കൃത സർവകലാശാലയിൽ 4 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകനെ വീതം നിയമിച്ചതായി ഓഡിറ്റ് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. ജീവനക്കാർക്കും അധ്യാപകർക്കും കൃത്യമായി ശമ്പളവും വിരമിച്ചവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങളും നൽകാതിരിക്കെയാണ് വൻ ധൂർത്ത്. ബിരുദ സമ്മേളനം സംഘടിപ്പിക്കുവാൻ പോലും സാമ്പത്തിക പ്രതിസന്ധി മൂലം കഴിഞ്ഞിരുന്നില്ല. 136 സ്ഥിരം അധ്യാപകരുള്ള സർവകലാശാലയിൽ 20% ഗസ്റ്റ് അധ്യാപകരെ, അതായത് 23 പേരെ മാത്രം നിയമിക്കാനാണ് ചട്ടം അനുവദിക്കുന്നത്. എന്നാൽ പ്രത്യക്ഷത്തിൽ സർക്കാർ അനുമതി കൂടാതെ 159 പേരെ ഗസ്റ്റ് അധ്യാപകരായി ഇവിടെ നിയമിച്ചെന്ന് CAG കണ്ടെത്തി. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ പേരിൽ സർക്കാരിന്റെ മൗനാനുവാദത്തോടെയാണ് ഈ നിയമനങ്ങളെന്നാണ് സൂചന. 1400 വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്ന സർവകലാശാലയിൽ അധ്യാപകരുടെ എണ്ണം ആകെ 295 ആണെന്ന് CAG റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 9 പ്രൊഫസർ തസ്തികകളിൽ 43 പേരെയും 16 അസോസിയേറ്റ് പ്രൊഫസർ തസ്തികകളിൽ 25 പേരെയും നിയമിച്ചിട്ടുള്ളതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ 4 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ എന്ന കണക്കിലാണ് ഇവിടെ അധ്യാപക നിയമനം. മറ്റ് സർവകലാശാലകളിൽ കുറഞ്ഞത് 20 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ എന്ന തോതിൽ അധ്യാപകരെ നിയമിച്ചിട്ടുള്ളപ്പോഴാണ് സംസ്കൃതയിൽ ആവശ്യത്തിലേറെ അധ്യാപക നിയമനങ്ങൾ. അധ്യാപകരുടെ എണ്ണക്കുറവ് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പിന് മുൻപ് 21 സ്ഥിരം അധ്യാപകരെ കൂടി നിയമിക്കാനുള്ള സർവകലാശാല സിൻഡിക്കേറ്റിന്റെ തിരക്കിട്ട നീക്കം അടുത്തയിടെ ഗവർണർ തടഞ്ഞിരുന്നു. സർവകലാശാലയ്ക്ക് കാലടി യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് പുറമെ സംസ്ഥാനത്ത് നിലവിൽ 6 പ്രാദേശിക സെന്ററുകൾ കൂടി പ്രവർത്തിക്കുന്നുണ്ട്. 2 കേന്ദ്രങ്ങൾ 2 വർഷം മുൻപ് അടച്ചുപൂട്ടി. ആകെ 78 വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്ന തിരുവനന്തപുരം കേന്ദ്രത്തിൽ 24 പേരെയും, 77 പേർ പഠിക്കുന്ന കൊല്ലം പന്മനയിൽ 12 പേരെയും, 45 പേർ പഠിക്കുന്ന ഏറ്റുമാനൂർ കേന്ദ്രത്തിൽ 12 പേരെയും അധ്യാപകരായി നിയമിച്ചിട്ടുണ്ട്. 2015-17 കാലയളവിൽ ഗവേഷണത്തിന് രജിസ്റ്റർ ചെയ്ത് 1.5 കോടി രൂപ ഫെലോഷിപ്പായി കൈപ്പറ്റിയ ഗവേഷക വിദ്യാർത്ഥികൾ നാളിതുവരെ ഗവേഷണ പ്രബന്ധം സമർപ്പിച്ചിട്ടില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നു. UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഗവേഷണ ഗൈഡുമാരെയും നിയമിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഫയലുകൾ ഓഡിറ്റ് വിഭാഗത്തിന് പരിശോധനയ്ക്ക് നൽകാൻ യൂണിവേഴ്സിറ്റി അധികൃതർ വിസമ്മതിച്ചു. മലയാളം ഉൾപ്പെടെയുള്ള പഠന വകുപ്പുകളിൽ വിജ്ഞാപനം ചെയ്തതിന്റെ ഇരട്ടി വിദ്യാർത്ഥികളെ ചട്ടവിരുദ്ധമായി PhDക്ക് രജിസ്റ്റർ ചെയ്യിപ്പിച്ച് ഫെലോഷിപ്പ് ഇനത്തിൽ അധിക സാമ്പത്തിക ചെലവ് വരുത്തുന്നതായും CAG കണ്ടെത്തി. മറ്റു സർവകലാശാലകളിൽ നിന്നും വിഭിന്നമായി സർക്കാർ അനുമതി കൂടാതെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ പേരിൽ താൽക്കാലിക അധ്യാപകരെയും ജീവനക്കാരെയും വ്യാപകമായി നിയമിച്ചതാണ് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് മുഖ്യ കാരണം. വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് ആനുപാതികമായി മാത്രമേ അധ്യാപകരെയും ജീവനക്കാരെയും നിയമിക്കാൻ പാടുള്ളൂ. അധിക താൽക്കാലിക അധ്യാപകരുടെയും ജീവനക്കാരുടെയും കരാർ പുതുക്കി നൽകരുതെന്നും PhD ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രവേശന നടപടികൾ അക്കാദമിക് ഓഡിറ്റിന് വിധേയമാക്കണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും സംസ്കൃത സർവകലാശാല VCക്കും നിവേദനം നൽകി.